നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നു. തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി തുടങ്ങും മുൻപ് ദേശീയ ഗാനം ആലപിച്ചില്ലെന്ന് ആരോപിച്ച് ഗവർണർ RN രവി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കും മുമ്പ് ദേശീയ ഗാനം ആലപിക്കണമെന്ന ഗവർണറുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം സർക്കാർ തള്ളി. ഇതിന് പ്രതിഷേധിച്ചായിരുന്നു ഗവർണർ ഇറങ്ങിപ്പോയത്. സർക്കാർ തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ ഒരു വരി പോലും വായിക്കാതെയായിരുന്നു ഗവർണർ പ്രതിഷേധിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് കോൺഗ്രസ് അംഗങ്ങൾ ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയത്. എന്തായാലും തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് മുറുകുന്നു. കേരള ഗവർണർ അതുപോലെ തന്നെ സർക്കാർ തമ്മിലുള്ള കടുത്ത പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സമാനമായ ഒരു പോരാട്ടം തന്നെയാണ് തമിഴ്നാട്ടിലും അരങ്ങേറുന്നത്. ഇപ്പോൾ ഇതാ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും ഇത്തരത്തിലൊരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ദേശീയ ഗാനത്തിനു പകരം തമിഴ് തായ് വന്ദനം ആലപിച്ചതാണ് ഗവർണറെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയും ദേശീയ ഗാനവും തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അപമാനിക്കപ്പെട്ടെന്ന് രാജ്ഭവൻ പിന്നീട് എക്സിൽ കുറിച്ചു. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രഥമ മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക എന്നത്. എല്ലാ സംസ്ഥാന നിയമസഭകളിലും ഗവർണറുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഇത് ആലപിക്കാറുണ്ട്. ഇന്ന് ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയപ്പോൾ തമിഴ് തായ് വാഴ്ത്ത് മാത്രമാണ് ആലപിച്ചത്. ഗവർണർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭരണഘടനാപരമായ കടമയെ ബഹുമാനപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദേശീയ ഗാനം ആലപിക്കാൻ നേതാവിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അവരത് തള്ളുകയാണ് ചെയ്തത്. ഭരണഘടനയോടും ദേശീയ ഗാനത്തോടും ഇത്രയധികം അനാദരവ് ഉണ്ടായതിനാലാണ് ഇതിൽ പ്രതിഷേധിച്ച് ഗവർണർ ഇറങ്ങിപ്പോയതെന്നും രാജ്ഭവൻ എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു. ഗവർണറുടെ ആവശ്യം തള്ളപ്പെട്ടതുകൊണ്ടാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആമുഖം പോലും വായിക്കാതെ ഗവർണർ ഇറങ്ങിപ്പോയതെന്നാണ് രാജ്ഭവൻ പിന്നീട് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇത് 3-ാം തവണയാണ് ഗവർണർ RN രവി നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് പോകുന്നത്. എന്നാൽ എല്ലാ സർക്കാർ പരിപാടിയുടെയും തുടക്കത്തിൽ തമിഴ് തായ് വന്ദനം ആലപിക്കുന്നതും അവസാനം ദേശീയ ഗാനം ആലപിക്കുന്നതാണ് കാലങ്ങളായി സംസ്ഥാനം തുടർന്നു പോരുന്ന രീതിയെന്നാണ് തമിഴ്നാട് സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് ഗവർണർ ഇറങ്ങിപ്പോയിരിക്കുകയാണ് എന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന വ്യക്തിയാണ് ഗവർണർ. ആ ഒരു ഭിന്നത തുടരുന്നതിനിടെയാണ് ഇന്ന് ഈ ഒരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത്. ഗവർണർക്കെതിരെ DMK സഖ്യ MLA-മാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് ഉയർത്തിയത്. എന്തായാലും തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലേക്ക് വരാം. കേരളത്തിലും പുതിയ ഗവർണറെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ സർക്കാരുമായി അദ്ദേഹം ഇടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനത്തിൽ തന്നെ സർക്കാരിന്റെ ഒരു നീക്കത്തെ തടുത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനത്തെ ഗവർണർ തിരുത്തി. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് നടപ്പാകാതെ പോയത് എന്നാണ് പിന്നീട് വന്ന വിശദീകരണം. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ സവിധം എത്തിച്ചത്. തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു. ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി അദ്ദേഹത്തിന് സംശയം വന്നു. തുടർന്ന് മനോജ് എബ്രഹാമിനെ വിളിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ പുതിയ ഗവർണറും ഒരു സർക്കാരുമായുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച് വെച്ചിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ഒരു സർക്കാരിന്റെ തീരുമാനത്തെ തിരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാകും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി? മുൻ ഗവർണറെ പോലെ തന്നെ ഇപ്പോഴത്തെ ഗവർണറും സർക്കാരുമായി ഏറ്റുമുട്ടുമോ? സർക്കാരുമായി ഉള്ള ഈ ഒരു യുദ്ധം വീണ്ടും തുടർന്നു പോയിക്കൊണ്ടിരിക്കുമോ? എങ്ങനെയാണ് സർക്കാരുമായുള്ള സമീപനം എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.